ലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സന്തോഷസമേതം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു യുവ സഹോദരനുണ്ട്. ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കാം. കുവൈറ്റിൽ നിന്ന് നമ്മെ സഹായിച്ചതായ സഹോദരൻ. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ UAE ആയിരിക്കുന്ന ആ സഹോദരൻ തൻ്റെ പ്രാപ്തി പോലെ ഈ എപ്പിസോഡിനെ സഹായിപ്പാനിടയായല്ലോ. അങ്ങയുടെ കൈകളിലവനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, 10 മടങ്ങ് വർദ്ധിപ്പിക്കണമേ. നിങ്ങളുടെ കണക്കിലേക്ക് ഏറിയ ഫലമത്രേ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് വായിക്കുന്ന വചനം പോലെ അവൻ്റെ കണക്കിലത് അങ്ങയുടെ മുമ്പാകെ ചേരുമാറാകട്ടെ. അങ്ങോട്ട് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങയെ മാനിക്കുന്നവരെ അങ്ങ് മാനിക്കുമെന്ന വാഗ്ദത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കുമാറാകണം. എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു. തുടർന്നുള്ള ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും സമ്പൂർണമായ നിയോഗത്തിലും നിവർത്തിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ യുഗപരിപാടിയെ അറിയണം. ആര്? ലോകം അറിയണം. ബൈബിൾ വിശ്വസിക്കുന്നവർ അറിയണം. ക്രൈസ്തവ സമൂഹം അറിയണം. തൻ്റെ സ്വന്തം ജനം അറിയണം. അറിയണമെന്ന് പറഞ്ഞ വാക്ക് എൻ്റെ അല്ല. ആ താല്പര്യവും ആ അറിയിപ്പും എൻ്റെ അല്ല, ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൽ നിന്ന് വരുന്നു. ഞങ്ങളെപ്പോലെ ചിലരെയും പലരെയും മാധ്യമമായി ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം അത്രയും സമയം കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ പാഠം ഞങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അത് നിങ്ങളെ കേൾപ്പിക്കുന്നു, ഷെയർ ചെയ്യുന്നു. അതുകൊണ്ട് ആ വീക്ഷണത്തിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവശബ്ദത്തിനായി, ദൈവാലോചനയ്ക്കായി, വരാൻ പോകുന്ന നന്മതിന്മയെക്കുറിച്ചുള്ള അറിവിലേക്കായി ശ്രദ്ധിച്ച് കാത്തിരുന്നാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിശ്ചയമായും ലഭിക്കും. മനുഷ്യന് ആത്മാവുണ്ട്, ശരീരമുണ്ട്, കുടുംബമുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ ഏറ്റവും സൂപ്പർമാൻ സഹായിപ്പാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവാണ്. അവിടുന്ന് അരുളി ചെയ്തു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. അതെ, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നത് അത്രേ വേണ്ടത്. പൗലോസ്ലീഹ പറഞ്ഞു, ദൈവത്തോട് അറിയിക്കുന്ന ആ നല്ല കാര്യത്തിന്. നമുക്ക് മുന്നോട്ട് വരാം. ഇന്നത്തെ ഈ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 2-ാം മരണം, 1-ാം പുനരുദ്ധാനം. സാധാരണ വായിക്കുമ്പോൾ നമ്മളിതൊന്നും അങ്ങനെ നിന്ന് ചിന്തിക്കാറില്ല, പരിശോധിക്കാറില്ല, ദൈവത്തോട് ആഗ്രഹത്തോട് ചോദിക്കാറില്ല.
സ്വാഭാവികം തന്നെ, സാധാരണ കാര്യം തന്നെ. ഒന്നാം പുനരുദ്ധാനത്തിൽ കയറണമെങ്കിൽ ഒന്നാമതൊരു മരണം നടന്നിരിക്കണം. മരിച്ചവർ ഉയർക്കുന്നതിനാണ് ഒന്നാം പുനരുദ്ധാനം എന്ന് പറഞ്ഞത്. ഇനി രണ്ടാം മരണം അവരുടെ മേലെ ഇല്ലെന്ന്. അതാണ് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നവൻ്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അങ്ങനെ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ വളർന്നു, പാപത്തിൽ ജീവിച്ചു, പാപിയായി മരിച്ചു. അങ്ങനെയുള്ളവർ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വായിക്കാമോ? സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇതാണ് രണ്ടാമത്തെ മരണം. സമുദ്രത്തിൽ വീണ് മരിച്ചത് അവിടെ നിന്ന് വരും, തീയിൽ നിന്ന് വീണ് മരിച്ചത് അവിടെ നിന്ന് വരും. എങ്ങനെയൊക്കെ മരിച്ചോ, മരിച്ചവരുടെ പ്രാണൻ വിട്ടപ്പോൾ അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ കസ്റ്റഡിയിലാണ്. ദയവായി എന്നോട് അമർഷം, നീരസം തോന്നണ്ട. ദൈവത്തിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്ന ഏതൊരാത്മാവിനെയും അവിടെ നിന്ന് ചലിപ്പിക്കുവാൻ, അനങ്ങുവാൻ ദൈവത്തിന് അനുവാദമില്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് അതിനുശേഷം ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ഒരു താല്പര്യവും നിറവേറുകയില്ല. അങ്ങനെയുള്ള ആ മനുഷ്യർ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചതാണെങ്കിൽ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മരിച്ചവർ ആഭാരവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. മരിച്ചവർ ആഭാരവൃദ്ധം. രൂപക ഭാഷയിൽ വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളോട് ചേർത്ത് യോഹന്നാൻ അപ്പോസ്തലനെ കാണിച്ചു കൊടുത്തു. കണ്ടു. അപ്പോൾ ആഭാരവൃദ്ധം മരിച്ച മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും. ഇതിന് 1000 വർഷം മുമ്പ്, ഈ ഉയർത്തെഴുന്നേൽപ്പിന് 1000 വർഷം മുമ്പ് വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേറ്റു. അവർ ക്രിസ്തുവിനോട് കൂടി 1000 ആണ്ട് വാഴുകയാണ്. 1000 ആണ്ട് വാഴ്ചയുടെ സമാപനത്തിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് വരട്ടെ. സഹസ്രാബ്ദ വാഴ്ചയ്ക്കുള്ള പരസ്യ വരവിൻ്റെ അടയാളം ഒന്നാമത്തത് യേശു വിശുദ്ധന്മാർ ഒരുമിച്ച് വരുന്നത് നമ്മൾക്ക് പരിശോധിച്ചു. രണ്ടാമത്തത് ഭൂമിയിലൊരു പുതിയ ഭരണം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അത് യേശു വിശുദ്ധന്മാർ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത് ഇസ്രായേലിന് ലഭിക്കുന്ന ആത്മരക്ഷയെക്കുറിച്ച് നമ്മൾ കണ്ടു. യേശു വിശുദ്ധന്മാരും വരുന്നത് 1, പുതിയ ഭരണം തുടങ്ങുന്നത് 2, ഇസ്രായേലിന് രക്ഷ കൊടുക്കുന്നത് 3. ഇന്ന് അതിനോട് അനന്തരമായി പിന്നാലെ ഈ കാര്യം പറയാം. അപ്പം അങ്ങനെ മരിച്ച ഒരു ആഭാരവൃദ്ധം വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പുസ്തകങ്ങൾ തുറന്നു. ഓരോരുത്തന് അവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. അവരെല്ലാം പാതാളത്തിൽ, നരകത്തിൽ തള്ളിയിട്ടു, നിത്യാഗ്നിയിൽ തള്ളിയിട്ടു. ആ തള്ളിയിടപ്പെട്ട
മനുഷ്യർക്ക് ഉണ്ടായ അനുഭവമാണ് രണ്ടാം മരണമെന്ന് പറഞ്ഞത്. സ്തോത്രം. ഒന്നാം പുനരുദ്ധാനത്തിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞാൽ, അതിൽ പങ്കാളിയാകാൻ, അതിലൊരു വ്യക്തിയാകാൻ സാധിച്ചാൽ, അവിടെ പറഞ്ഞത് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന് രണ്ടാം മരണമില്ല. ഞാനിത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്ന വിധത്തിൽ പറയേണ്ടതെന്ന് പ്രാർത്ഥിക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തു. ഏറ്റവും ലളിതമാക്കാൻ വിചാരിച്ചു. ധാരാളം പേര് കാണുന്നു, ആയിരക്കണക്കിന് പേര് കണ്ട് യൂട്യൂബിൽ കണ്ട നമ്പർ ഞങ്ങൾ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ആരും കണ്ടില്ലെങ്കിലും എത്രയായിരം പേര് കണ്ടാലും ഒരു ക്രെഡിറ്റ് ഞങ്ങൾക്കില്ല. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അല്ലെങ്കിൽ മഹത്വവും ദൈവത്തിനുള്ളതാണ്. ഞങ്ങൾ മാധ്യമം മാത്രമാണ്. പോകട്ടെ. അപ്പോൾ ഭാഗ്യവാനാണ്, വിശുദ്ധനാണ്. അതൊരു അനുഗ്രഹിക്കപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട, മഹത്തായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മഹത്തായ ഒരവസ്ഥ, സന്ദർഭമാണത്. സ്തോത്രം. കർത്താവ് നിങ്ങളെ മനസ്സിലാക്കാൻ കൃപ നൽകുമാറാകട്ടെ. ഇസ്രായേലിൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞു. വേഗത്തിലത് പറഞ്ഞ് ഒടുവിലായപ്പോൾ തീർക്കേണ്ടി വന്നു. അതിൽ മനസ്സിലാകാത്ത ഒന്ന് രണ്ട് കാര്യം ഒന്നുകൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വേഗത്തിൽ വരാം. സഖരിയാ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 11 മുതൽ ആദ്യം ഒന്ന് വായിച്ചാൽ മതി. 11 മുതൽ. അന്നാളിൽ മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദദ്രിമ്മോനിലെ വിലാപം പോലെ വേറൊരു കാലത്തിൽ ഒരു രാജാവ്, യോശിയ രാജാവ് ഭരിക്കുന്ന കാലത്ത് വലിയൊരു വിലാപം ഉണ്ടായി. ആ വിലാപം പോലെ എന്ന് പറഞ്ഞാൽ അതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഇത് വായിക്കുന്ന ആൾക്കാർക്ക്, ഇസ്രായേൽക്കാർക്ക് ആ കാര്യം അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു വിലാപം പോലെ മെഗിദ്ദോ താഴ്വര, അത് പഴയ നിയമ പുസ്തകത്തിൽ, ദിനവൃത്താന്തത്തിലും മറ്റു ചില പുസ്തക ഭാഗങ്ങളിലും, രാജാക്കന്മാരുടെ പുസ്തക ഭാഗങ്ങളിലുമുണ്ട്. അതിപ്പോൾ നമ്മൾ പരിശോധിക്കുന്നില്ല. മെഗിദ്ദോ താഴ്വരയിലുണ്ടായ വിലാപം പോലെ. വായിച്ചാട്ടെ. യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. യെരൂശലേമിൽ മഹാവിലാപം ഉണ്ടാകും. ഞാൻ ആ വാക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നത്. എൻ്റെ പരമാർത്ഥമായ അടങ്ങാത്ത ദാഹം, നൊമ്പരം, വിശപ്പ്, ആഗ്രഹം, നിങ്ങളിത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഈ മഹാവിലാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ കൃപായുഗത്തിൻ്റെ വാതിലടയുന്നതിന് മുമ്പ് നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ ദൈവം പറഞ്ഞ പ്രകാരം ഉണ്ടാക്കിയ പെട്ടകത്തിൽ എല്ലാം നിർണയപ്രകാരം ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ആ പെട്ടകത്തിൻ്റെ വാതിൽ അടഞ്ഞു. അതിലാകെ കയറിയ മനുഷ്യർ 8 പേരാണ്. നോഹയും കൂടും. അതവിടെ നിൽക്കട്ടെ. യഹോവയായ ദൈവം ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. വെള്ളം പൊങ്ങിയപ്പോൾ ധാരാളം പേർ നിലവിളിച്ചുകൊണ്ടോ അയ്യം വിളിച്ചുകൊണ്ടോ നീന്തിയോ ഈ വാതിലിൻ്റെ അടുത്ത് എത്തിയെന്ന് വരാം. സ്വാഭാവികമല്ലോ. നോഹ എത്ര പരിശ്രമിച്ചിട്ടും വാതിൽ തുറക്കാൻ കഴിയുന്നില്ല, കഴിയത്തുമില്ല. അടച്ചവൻ ദൈവം. അവിടുന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തുമില്ല. അതാണ് ദൈവത്തിൻ്റെ പവർ, ദൈവത്തിൻ്റെ ക്വാളിറ്റി. അതാണ് ക്വാളിറ്റി. അപ്പോൾ നോക്കട്ടെ, ആ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചതുപോലെ
കൃപായുഗത്തിൻ്റെ വാതിൽ ദൈവം അടയ്ക്കുന്നതിന് മുമ്പ്, സഭായുഗത്തിൻ്റെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ്, രണ്ട് വാതിലല്ല, ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യമാണ്. ക്രൂശിൽ മരണം നടക്കുമ്പോൾ ദൈവാലയത്തിൽ തിരശ്ശീല കയറുന്നു. ദൈവാലയവും മുതൽ ക്രൂശ് വരെ നോക്കുക, സ്തോത്രം. സൂര്യൻ മുതൽ ഭൂമി വരെ അറിഞ്ഞു ഇവിടെ എന്തോ സംഭവിക്കുന്നെന്ന്. പാറകൾ മുതൽ കല്ലറ വരെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം അത് എനിക്കറിയാം, ഓർമ്മയുണ്ട്. സ്തോത്രം. അങ്ങനെ ഒന്നിൽ തൊട്ടാൽ മറ്റൊന്നിലേക്ക് എന്ന പോലെ സംഭവിച്ച ആ മഹാഭീകരകാര്യം കണ്ടപ്പോൾ, കേട്ടപ്പോൾ ഈ കാര്യങ്ങൾക്ക് ലീഡർഷിപ്പ് കൊടുത്ത അധ്യക്ഷനായിരുന്ന ശതാധിപൻ പറഞ്ഞു, ഒരു വിളംബരം നടത്തി. അവൻ ഏറ്റവും ഭയപ്പെട്ടു. ഇതൊക്കെ നടന്നപ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പടർന്നു, കല്ലറകൾ തുറന്നു, സൂര്യൻ ഇരുണ്ടു, ദൈവാലയത്തിൽ തിരശ്ശീല മുകളിൽ തൊട്ടാലും ചീന്തി. ഇങ്ങനെ ഇതംപ്രദമായ പല കാര്യങ്ങളും പിന്നെയുണ്ട്. ഇതെല്ലാം നടന്നപ്പോൾ ഇവൻ ഏറ്റവും ഭയപ്പെട്ടു. അവൻ വിളംബരം ചെയ്തു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, സത്യം എന്ന് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 27:51 ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും വായിക്കുന്നൊന്നുമില്ല. എങ്കിലും ഇതുപോലെ കൃപായുഗത്തിൻ്റെ വാതിൽ അടയുമ്പോൾ പിന്നെ നാം മാറത്തടിച്ചിട്ട് കാര്യമില്ല. പലരുടെയും വീട്ടിൽ ചിലർ ബാക്കി, ചിലർ ഉണ്ടാകും, ബാക്കി ഉണ്ടാകും, മറ്റു പലരെയും കാണാതാവും. ഇങ്ങനെ അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകൾ സാക്ഷികളാകും എന്ന് പറഞ്ഞത്. ഇത് ഒന്നാം പുനരുദ്ധാനത്തിലേക്ക് പോകുന്ന വിശുദ്ധന്മാരുടെ സംഘമാണ്. ഈ പരമസത്യം അംഗീകരിക്കുന്നുണ്ടോ? ഈ പാവനമായ വിഷയം സ്വീകരിക്കുന്നുണ്ടോ? മരണസമയത്ത് വായിച്ച് കേൾക്കുന്നത് മാത്രം മതിയോ? പ്രായോഗികമാക്കണ്ടേ? നമുക്ക് ആ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ യേശു വിശുദ്ധന്മാരും വരും. പുതിയ ഭരണം രണ്ടാമത് തുടങ്ങും. മൂന്നാം ഇസ്രായേലിൻ്റെ ആത്മരക്ഷ നടക്കും. അതുപോലെ ആത്മരക്ഷയിൽ പറഞ്ഞു വെച്ച കാര്യമാണ് വായിച്ചു വെച്ചത്. ഇസ്രായേലിൻ്റെ ആത്മരക്ഷ ആ വായിച്ച ഭാഗത്തുനിന്ന് ആ മെഗിദ്ദോ താഴ്വരയിൽ നടന്നതുപോലെ മഹാവിലാപം ഉണ്ടാകും. മഹാവിലാപം വായിച്ചാട്ട് അടുത്ത ഭാഗം. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ഈ കുലം കുലമായി എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവരെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. 12 ഗോത്രപിതാക്കന്മാരായിരുന്ന എന്ന് പറഞ്ഞാൽ സാങ്കല്പികം ഉള്ള ഇത് ബൈബിളിലെ വാക്കുകളാണ് പറയുന്നത്. യാക്കോബിന് 12 ആൺമക്കളുണ്ടായിരുന്നു, ഒരു മോളും ഉണ്ടായിരുന്നു. മോള് നേരത്തെ മരിച്ചു. ഈ 12 ആൺമക്കളുടെ പേരിലുമുള്ള ആൾക്കാരിൽ നിന്ന് ഉണ്ടായതാണ് ശേഷം പേർ. ഇസ്രായേൽ മുഴുവൻ അങ്ങനെ ഉണ്ടായതാണ്. അതാണ് കുലം കുലമായി എന്ന് പറയുന്നത്. ആ 12 ആൺമക്കളെ ഓരോരുത്തരും ഓരോ ഗോത്രപിതാക്കന്മാരെ കാണിച്ചുകൊണ്ട് പറയാണ് കുലം കുലമായി. വായിച്ചാട്ടെ. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും. ദാവീദിന്റെ കുലം പ്രത്യേകം എന്ന് പറഞ്ഞാൽ ദാവീദ് രാജകുലത്തിൽപ്പെട്ട ആളാണ്. രാജകുലത്തിന്റെ ജനം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും. നാഥാൻ പ്രവാചകനായിരുന്നു. നാഥാൻ പ്രവാചകന്റെ കുലം പ്രത്യേകവും അവന്റെ സ്ത്രീജനം പ്രത്യേകവും. ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും. ലേവി ഗൃഹത്തിന്റെ കുലം പൗരോഹിത്യ കുലമാണ്. ആ പൗരോഹിത്യ കുലവും അതിന്റെ സ്ത്രീജനം പ്രത്യേകവും. ശിമയി കുലം പ്രത്യേകവും. ശിമയി കുലം അതായത് വേലക്കാരിൽപ്പെട്ട ദൈവാലയ ശുശ്രൂഷയിൽപ്പെട്ട ആൾക്കാരാണ് ശിമയി കുലം. കുലവും പ്രത്യേകവും. ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും, ശേഷിച്ചിരിക്കുന്ന 8 കുലങ്ങൾ, 8 കുലങ്ങളും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. ഒരാൾ പോലും അതിനകത്ത് ബാക്കി വരില്ല. ലോകത്തിലെവിടെയും വേറൊരു യഹൂദനുണ്ടാവില്ല. ഞാൻ എന്ത് വിഭ്രാന്തിയാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
പ്രവാചകന്മാരെ കൊണ്ട് ദൈവം പറയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ 1 മണി നിലത്ത് വീഴാതെ ഞാൻ അവരെ ശേഖരിക്കും. 1 മണി നിലത്ത് വീഴാതെ, അങ്ങനെ എഴുതിയേക്കുന്നത്. അത് ആമോസിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. ഇതെല്ലാം കൂടി വായിക്കാൻ പോയാൽ എൻ്റെ സമയം തികയത്തില്ല. അപ്പോൾ അതുകൊണ്ട് 1 മണി നിലത്ത് വീഴാതെ എല്ലാവരും വിലപിക്കും. ഒന്ന് ചിന്തിച്ച് ഓർത്ത് നോക്കിക്കേ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൺ വിളിക്കാമെന്ന് വിചാരിച്ചാൽ, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാൽ, പോകുന്നവൻ എന്ത് ചെയ്യുക? നിലവിളിക്കുക. ചെന്ന് കേൾക്കുന്ന എന്താ? നിലവിളിക്കുക. ഇതെപ്പോഴത്തെ സംഭവമാണ്? സഹസ്രാബ്ദ യുഗ ആരംഭത്തിലെ സംഭവമാണ്. ഇതെന്താ ഇത് കാരണം? 12:10 ആ കാരണം 12:10. യെസ്, അത് 12:10. സെഖര്യാ 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും, വിലപിക്കും. ഏകജാതൻ, ആദിജാതൻ നോക്കുന്നത് അങ്ങോട്ട് കുത്തിവെങ്കിലേക്ക്. ഇവരാരും യേശുവിനൊന്നും ചെയ്തില്ല പ്രിയരെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗം ഒന്നുകൂടെ എടുത്തത്. ഇവരാരും യേശുവിനൊന്നും ചെയ്തില്ല. ഇവരുടെ ഏകദേശം 30 തലമുറയ്ക്ക് മുമ്പപ്പുറം ഇവരുടെ പിതാക്കന്മാരാണ് ചെയ്തത്. പിലാത്തോസ് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ഈ ദിവസം ഒരാൾ വിട്ടുതരുന്ന പതിവുണ്ട്, അത് ബറബാസിനെ വേണോ യേശുവിനെ വേണോ? അവർ കൂട്ടമായി ഒരുമിച്ച് ഒരേക സ്വരത്തിൽ പറഞ്ഞത്, യേശുവിനെ വേണ്ട, ബറബാസിനെ മതി, ബറബാസിനെ മതി, യേശുവിനെ വേണ്ട. ഓക്കെ, അതൊക്കെ ആത്മീക വശങ്ങളുടെ ആഴങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ യേശുവിനെയും കൊണ്ട് പോകുന്ന സമയത്ത് ക്രൂരരായ റോമൻ പടയാളികൾ ചെയ്തതാണ് ഇവൻ്റെ വിലാപ്പുറത്ത് അടിച്ച് ഉഴവുചാൽ പോലെ നീളത്തിൽ കീറിയത്. അതിന് ഇവരുടെ എല്ലാം മൗനാനുവാദമാകുന്ന, ഇവരുടെ എല്ലാം നിർബന്ധമായിരിക്കുന്ന, യേശുവിനെ കുരിശു വപ്പിക്കണമെന്ന് നിർബന്ധമായിരുന്ന യഹൂദ മേധാവികളുടെ പുരോഹിതന്മാരുടെ എല്ലാം താല്പര്യമായിരുന്നു. അതുകൊണ്ട് അവരുടെ തലമുറ വന്നപ്പോഴാണ് പറഞ്ഞത്, അവർ കുത്തിവെങ്കിലേക്ക് നോക്കും. പരിശുദ്ധാത്മാവ് വന്ന് അനുതാപം വന്നാൽ, പരിശുദ്ധാത്മാവ് വന്ന് വിലാപം ഉണ്ടായാൽ, അതെല്ലാ വ്യക്തികൾക്കും വരാം, വീടുകൾക്ക് വരാം, ഏത് ഉന്നതന് വരാം, സാധാരണക്കാരന് വരാം. ഈ കുലങ്ങളിൽ ആരും മേജറായ ആൾക്കാരില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇസ്രായേലിൽ മേജറായ ആൾക്കാരില്ലേ? ഇസ്രായേൽ പ്രധാനമന്ത്രി, ഇസ്രായേലിലെ അംബാസഡേഴ്സ്, ഇസ്രായേലിലെ മറ്റ് ഭരണാധികാരികൾ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ ഇല്ലേ? ഇവരെല്ലാവരും വിലപിക്കും. കാരണം എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. ആത്മാവ് വന്നപ്പോൾ ഭാര്യയെ അന്വേഷിച്ചു എന്നല്ല, ആത്മാവ് വന്നപ്പോൾ തോക്കെടുത്തു എന്നല്ല, ആത്മാവ് വന്നപ്പോൾ ബോംബെടുത്തു എന്നല്ല, ആത്മാവ് വന്നപ്പോൾ വിലപിച്ചു, ആത്മാവ് വന്നപ്പോൾ അനുദപിച്ചു, ആത്മാവ് വന്നപ്പോൾ എങ്ങോട്ട് നോക്കി? ശ്രോതാക്കൾ മറുപടി പറയൂ. തന്നോട് തന്നെ മറുപടി പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. മറ്റാരോടും താൻ തന്നോട് തന്നെ മറുപടി പറയൂ. കേൾക്കുന്നവർ പറയൂ, എങ്ങോട്ട് നോക്കി ആത്മാവ് വന്നപ്പോൾ? പരിശുദ്ധാത്മാവിൻ്റെ ജോലി എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 2:22 വായിക്കുന്നത് പോലെ വായിക്കണ്ട, വായിക്കുന്നത് പോലെ അവർ യേശുവിലേക്ക് നോക്കി, യേശുവിലേക്ക് നോക്കി. അതുകൊണ്ട് പ്രിയരേ, ഞാൻ എപ്പിസോഡ് പറഞ്ഞു ചുരുക്കട്ടെ. യേശുവിലേക്ക് നോക്കാൻ നിങ്ങൾ ഞാൻ രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എളുപ്പത്തിൽ, കർത്താവേ, ദൈവാത്മാവ് വരുമ്പോൾ അവർക്ക് ബോധം വരും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് അവർക്ക് ബോധം വരും. ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ വരണമേ, എൻ്റെ മേൽ വരണമേ, എൻ്റെ ഇന്നാരുടെ മേൽ വരണമേ, വരണമേ. അവർക്കങ്ങനെ വരട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്കങ്ങനെ ദോഷം വരട്ടെ എന്നല്ല, അവർക്ക് നിലവിളി വരട്ടെ എന്നല്ല. കർത്താവേ, അവർക്ക് ബോധം വരട്ടെ, യേശുവിനെ ഓർക്കാൻ ബോധം വരട്ടെ, യേശുവിനെ കാണാൻ ബോധം വരട്ടെ, യേശുവിനെ സ്വീകരിക്കാൻ ബോധം വരട്ടെ. അത് പ്രാർത്ഥിക്കും, അങ്ങനെ പ്രാർത്ഥിപ്പീൻ. യേശു പറഞ്ഞു, ഞാൻ പോകും, നിങ്ങൾക്ക് പ്രയോജനം പോകാൻ കാര്യങ്ങൾക്ക് വരികയില്ല. അവൻ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും.
ബോധം വരുത്തുന്ന ആത്മാവ് വരട്ടെ. ആത്മാവിയുടെ മേൽ വന്നപ്പോൾ മഹാവിലാപമുണ്ടായി. കേട്ടോ നിങ്ങൾ, അത് നമ്മൾ വായിച്ചതാ. മഹാവിലാപമുണ്ടായി. സകല വീടുകളിലും വിലാപം, വ്യക്തികളിൽ വിലാപം, ദേശത്ത് വിലാപം. ഇതാണ് ദൈവപ്രവൃത്തിയുടെ ഒരടയാളം. ഇപ്പം ഞാൻ 4ാമത്തെ അടയാളം പറഞ്ഞത് ഇസ്രായേലിൻ്റെ രക്ഷയിൽ ഉണ്ടായ സംഭവം. അത് സെക്കൻഡ് ഭാഗമെന്ന പോലെ, 2ാം ഭാഗം എന്ന പോലെ അവരിൽ വന്നത് യേശുവിലേക്ക് നോക്കി ഒരു വലിയ പ്രവൃത്തി, ദൈവപ്രവൃത്തി നടക്കുന്നു. ആമേൻ. അവരെ ഓരോ ഗോത്രത്തിൽ നിന്നും അനേകം രക്ഷിക്കപ്പെട്ടത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ചിന്ത അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം, കേട്ടത് ഓർമ്മ വയ്ക്കാം, ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാം, യൂട്യൂബിൽ നിന്നത് കാണാം. ഇതൊക്കെ കനമുള്ളതും ഫലമുള്ളതും ഗുണമുള്ളതും കാര്യമുള്ളതുമായ കാര്യമാണ്. അത് കാണാൻ മടിക്കരുത്, കേൾക്കാൻ മടിക്കരുത്. ഇത് പണ്ടൊരു ഉപദേശി പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇത് ആത്മാവിൻ്റെ കാര്യമാണ്. ആത്മാവിൻ്റെ കാര്യം, ആത്മാവിൻ്റെ കാര്യം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് തെളിവായി വെളിവായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ലൂക്കോസ് 16 2 പേരുടെ 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 അവരുടെ ജീവിതം പറഞ്ഞു, 2 അവരുടെ മരണം പറഞ്ഞു, 3 അവരെ പിന്നെ കണ്ട കാര്യം പറഞ്ഞു. പിന്നെ കണ്ടപ്പോൾ 2 സ്ഥലത്ത്, ലോകത്തിൽ അവരൊരു സ്ഥലത്ത്, 2 സ്ഥലത്ത് ആയതിൻ്റെ കാരണവും അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ ലൂക്കോ 16 അധ്യായം വായിച്ച് മനസ്സിലാക്കുകയും. അതുകൊണ്ട് ഇങ്ങനൊരു കാര്യമുണ്ട്. നഷ്ടപ്പെടുത്തല്ലേ. സഹസ്രാബ്ദ യുഗത്തിലെ തെളിവായതായ 4ാമത്തെ അടയാളമാണ് ഇപ്പോൾ പറഞ്ഞത്. കർത്താവ് നിങ്ങളെ ചിന്തയിൽ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ടീമിന് വേണ്ടി, ഞങ്ങളുടെ ക്യാമറമാന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഈ വിഷയത്തിൽ ഓടി വന്ന് പ്രാർത്ഥിച്ചും സഹകരിച്ചും സഹായിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ നമുക്ക് ഒരുമിച്ച് നിങ്ങളോട് ചേർന്ന് ഞാൻ ഇവർക്കും നിങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പകലിൽ ഈ വചനം കേട്ടവരായ പ്രിയപ്പെട്ടവരോട് അങ്ങ് കരുണ തോന്നി 1-ാം പുനരുദ്ധാനത്തിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാകട്ടെ. 2-ാം മരണത്തിൽ നിന്ന് എന്നേക്കുമായി അവരെ മോചിപ്പിക്കണമേ കർത്താവേ. 1-ാം പുനരുദ്ധാനത്തിൽ പങ്കാളിത്തം വന്നില്ലെങ്കിൽ 2-ാം മരണത്തിലേക്ക് അവർ പോകുമെന്ന് തിരുവെഴുത്ത് ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് നന്ദി. അതേ കർത്താവേ, ഞങ്ങൾക്ക് ഏത് സമയത്തും വന്ന് കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തരുന്ന ഞങ്ങളുടെ പ്രിയ ക്യാമറമാൻ സഹോദരൻ സജി പുൽപ്പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ തന്നെ ഫലമേൽപ്പിക്കുന്നു. താവേദൻ്റെ എല്ലാ സംരംഭങ്ങളുടെ മേലും അവിടുത്തെ വിശേഷമായ നിയന്ത്രണമുണ്ടായി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ പറയുമ്പോഴെല്ലാം വന്ന് ഞങ്ങളെ എല്ലായ്പ്പോഴും സഹായിക്കുന്നവരായ പ്രിയ കർത്താവെ ഗ്രേസ് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവരെ ധന്യമായി അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് മറ്റേത് കാര്യം കേൾക്കുന്നത് പോലെ അല്ല, തിരുവെഴുത്തിലെ കാര്യം കേൾക്കുന്നതെന്നുള്ള ആ ഗൗരവമായ ചിന്താബോധം എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യമായി ധാരാളമായി നൽകുമാറാകണമേ. പരിശുദ്ധാത്മാവേ, അവരോട് ഇടപെടണമേ. ഇസ്രായേൽ ജനത്തോട് ഒരു നാൾ ഇടപെട്ടതുപോലെ ഈ പ്രിയ മക്കളോട് ഓരോരുത്തരോടും ഇടപെടണമേ. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നേരുന്നു. വിശുദ്ധ ജനത്തെ ചേർക്കാൻ 2ാമതും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.